പ്രിയ വിദ്യാർത്ഥികളെ, സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി എന്ന കേരള ഗവൺമെന്റ്സിന്റെ പാഠഭാഗത്തെ 4ാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും പഠിച്ചത് കേരളത്തിലെ സമഗ്ര ആരോഗ്യ നയത്തെക്കുറിച്ച് 2018 അല്ലെ, അതെടുത്തുന്ന ആരോഗ്യ സുരക്ഷാ കാർഡിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ ഡിസ്കസ് ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെ മെഡിസപ്പ് എന്ന പദ്ധതിയും നമ്മളവിടെ പരിശോധിക്കുകയും ചെയ്തു. ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികളാണ്. പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ സ്കീംസ് ഫോർ ചിൽഡ്രൻ, പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ സ്കീംസ് ഫോർ ചിൽഡ്രൻ തുടങ്ങിയാലോ. കുട്ടികളുമായി ബന്ധപ്പെട്ട പരമാവധി പദ്ധതികൾ നമ്മൾ ഇതിലൂടെ പഠിച്ച് ഉറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് ദൈർഘ്യമേറിയ ക്ലാസ് ആയിരിക്കും, കാരണം കേരള സർക്കാരും അതോടൊപ്പം കേന്ദ്ര സർക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ഓക്കെ, ആരംഭിച്ചാലോ. ആരംഭിക്കാം. അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു അമ്മത്തൊട്ടിൽ. അതായത് മാതാപിതാക്കൾ ചിലപ്പോ കൊച്ചുകുട്ടികളെ ഉപേക്ഷിക്കുന്നത് പൊതുസ്ഥലത്ത് എവിടെയെങ്കിലും ഉപേക്ഷിക്കുമായിരിക്കാം. അത് കുട്ടിയുടെ മരണത്തിന് തന്നെ കാരണമായി. അത് പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുവാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. കാതോരം. ശ്രവണ വൈകല്യമുള്ള നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിനായി ആരംഭിച്ച സമഗ്ര പദ്ധതിയാണ്. ശ്രവണ വൈകല്യമുള്ള നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിനായി ആരംഭിച്ച സമഗ്ര പദ്ധതിയാണ് കാതോരം എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, അപ്പൊ മറക്കരുത്, ശ്രവണ വൈകല്യമുള്ള നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിനായി ആരംഭിച്ച സമഗ്ര പദ്ധതിയാണ് കാതോരം. അനാഥരായ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് സ്നേഹപൂർവം എന്ന പേരിൽ അറിയപ്പെടുക. അനാഥരായ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് സ്നേഹപൂർവം. നമ്മൾ റിവിഷൻ ചെയ്താലോ. അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുവാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. ശ്രവണ വൈകല്യമുള്ള നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിനായി ആരംഭിച്ച സമഗ്ര പദ്ധതിയാണ് കാതൂരം എന്ന പേരിൽ അറിയപ്പെടുക. അനാഥരായ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് സ്നേഹപൂർവം എന്നറിയപ്പെടുക. സനാഥ ബാല്യം. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു ജീവിതം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം എന്ന പേരിൽ അറിയപ്പെടുക. ബാലനിധി. ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ബാലനിധി എന്ന പേരിൽ അറിയപ്പെടുക. അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ നടപ്പിലാക്കിയ പദ്ധതി അമ്മത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു. ശ്രവണ വൈകല്യമുള്ള നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിനായി ആരംഭിച്ച സമഗ്ര പദ്ധതിയാണ് കാതൂരം എന്നറിയപ്പെടുക. സ്നേഹപൂർവം. അനാഥരായ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് സ്നേഹപൂർവം എന്നറിയപ്പെടുക. സനാഥ ബാല്യം. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് ആരോഗ്യകരവും സന്തോഷകരവുമായ ജീവിതം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം എന്നറിയപ്പെടുക. ബാലനിധി. ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ബാലനിധി എന്ന് വിളിക്കുക. സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ബാധിച്ച കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. കഴിഞ്ഞ ക്ലാസ്സിൽ ആരോഗ്യ സംരക്ഷണ പദ്ധതി എന്ന പേരിൽ നമ്മൾ സ്നേഹസാന്ത്വനം പറഞ്ഞിരുന്നു അല്ലെ. യെസ്, അപ്പോൾ എൻഡോസൾഫാൻ ബാധിച്ച കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എന്ന പേരിൽ അറിയപ്പെടുക. പൊൻവാക്ക്. ശൈശവ വിവാഹം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് പൊൻവാക്ക് എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, ശൈശവ വിവാഹം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് പൊൻവാക്ക് എന്ന പേരിൽ അറിയപ്പെടുക. ചായം. കുട്ടികളുടെ പഠനശേഷി മികവുറ്റതാക്കാൻ വേണ്ടി അംഗൻവാടികളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചായം. അതായത് ചിത്രങ്ങളിലൂടെ പഠിക്കുക, ചിത്രങ്ങളിലൂടെ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക, ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ട്. അപ്പൊ കുട്ടികളുടെ പഠനശേഷി മികവുറ്റതാക്കാൻ വേണ്ടി അംഗൻവാടികളിൽ എന്ത് ചെയ്യുന്നു, ചുമരുകളിൽ ചിത്രം വരയ്ക്കുന്നു. അതാണ് ചായം എന്ന പേരിൽ അറിയപ്പെടുക. പഠന വീട്. സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൗകര്യം ഒരുക്കുന്നതിന് സർവശിക്ഷ അഭിയാന്റെ SSIയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് പഠന വീട് എന്ന പേരിൽ അറിയപ്പെടുക.
സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൗകര്യമൊരുക്കുന്നതിന് സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ ആരംഭിച്ച പദ്ധതിയാണ് പഠന വീട് എന്ന പേരിൽ അറിയപ്പെടുക. ക്ലിയർ ആണ്? ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? സ്നേഹസാന്ത്വനം. എൻഡോസൾഫൻ ബാധിച്ച കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എന്ന പേരിൽ അറിയപ്പെടുക. പൊൻവാക്ക്. ശൈശവ വിവാഹം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് പൊൻവാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചായം. കുട്ടികളുടെ പഠനശേഷി മികവുറ്റതാക്കാൻ വേണ്ടി അംഗൻവാടികളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചായം എന്നറിയപ്പെടുക. പഠന വീട്. സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൗകര്യം ഒരുക്കുന്നതിന് സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ ആരംഭിച്ച പദ്ധതിയാണ് പഠന വീട് എന്ന പേരിൽ അറിയപ്പെടുക. നമ്മൾ 2 സ്ലൈഡ് പഠിച്ച് രണ്ടും നമുക്കൊന്ന് റിവിഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? യെസ്, പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ സ്കീംസ് ഫോർ ചിൽഡ്രൻ. അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ എന്നറിയപ്പെടുക. കാതോരം. ശ്രവണ വൈകല്യമുള്ള നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിനായി ആരംഭിച്ച സമഗ്ര പദ്ധതിയാണ് കാതോരം എന്നറിയപ്പെടുക. സ്നേഹപൂർവം. അനാഥരായ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് സ്നേഹപൂർവം എന്നറിയപ്പെടുന്നത്. സനാഥ ബാല്യം. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു ജീവിതം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. ബാലനിധി. ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ബാലനിധി എന്ന പേരിൽ അറിയപ്പെടുക. ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ബാലനിധി എന്നറിയപ്പെടുക. സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ബാധിച്ച കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. പൊൻവാക്ക്. ശൈശവ വിവാഹം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് പൊൻവാക്ക് എന്നറിയപ്പെടുക. ചായം. കുട്ടികളുടെ പഠനശേഷി മികവുറ്റതാക്കാൻ വേണ്ടി അംഗൻവാടികളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചായം എന്നറിയപ്പെടുക. പഠന വീട്. സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൗകര്യം ഒരുക്കുന്നതിന് സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് പഠന വീട് എന്നറിയപ്പെടുക. ഓക്കെ, അപ്പോൾ സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൗകര്യം ഒരുക്കുന്നതിന് സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് പഠന വീട് എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ബാധിച്ച കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതി സ്നേഹസാന്ത്വനം. ശൈശവ വിവാഹം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള പദ്ധതി പൊൻവാക്ക്. കുട്ടികളുടെ പഠനശേഷി മികവുറ്റതാക്കാൻ വേണ്ടി അംഗൻവാടികളിൽ നടപ്പിലാക്കുന്ന പദ്ധതി ചായം. സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൗകര്യം ഒരുക്കുന്നതിന് സർവശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ ആവിഷ്കരിച്ച പദ്ധതി പഠന വീട്. അടുത്ത പറയുന്നു പോക്സോ ആക്ട്. പോക്സോ ആക്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം, ലൈംഗിക അതിക്രമങ്ങൾ, ലൈംഗിക ചൂഷണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ തീരെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല, എന്നാൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ. പഠിക്കാം. പോക്സോ നിയമം 2012. പോക്സോ എന്നതിന് പൂർണ്ണമായ പേര് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അതാണ് പോക്സോ ആക്ട് എന്ന് നമ്മൾ ചുരുക്കി പറയാം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പോക്സോ ആക്ടിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ഇവിടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്നു കേട്ടോ. അപ്പോൾ ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് 2012 പോക്സോ നിയമത്തിൽ പറയുന്നത്. 2012 പോക്സോ നിയമം പാസാക്കിയത് 2012 ജൂൺ മാസം 19 പ്രാബല്യത്തിൽ വന്നത് 2012 ശിശുദിനമായ നവംബർ 14. പാസാക്കിയത് 2012 ജൂൺ 19 പ്രാബല്യത്തിൽ വന്നത് 2012 ശിശുദിനമായ നവംബർ 14. ഈ നിയമത്തിൽ ആകെ എത്ര ചാപ്റ്റർ ഉണ്ട്, എത്ര അധ്യായങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര പാർട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ 9. എത്ര വകുപ്പുകളെന്ന് ചോദിച്ചാലോ 46. 2012 പോക്സോ നിയമത്തിൽ 9 അധ്യായങ്ങളിലായി 46 വകുപ്പുകളാണ് പരാമർശിക്കുക. പോക്സോ സംബന്ധിച്ച കേസുകളുടെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്
1098. ഓക്കെ, ഈ 1098 എന്ന് പറയുന്നത് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്നാണ് നമ്മൾ വിളിക്കുക. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ അഥവാ പോക്സോ സംബന്ധിച്ച കേസുകളുടെ ടോൾ ഫ്രീ നമ്പർ എന്താണ്? 1098. കാരണം കുട്ടികളെ ബാധിക്കുന്ന കാര്യമാണ് ചൈൽഡ് ലൈൻ നമ്പർ അല്ലെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ഓക്കെ, അപ്പൊ പോക്സോ സംബന്ധിച്ച കേസുകളുടെ ടോൾ ഫ്രീ നമ്പർ 1098. പോക്സോ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകുവാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് പോക്സോ ഇ ബോക്സ് എന്ന പേരിൽ അറിയപ്പെടുക. പോക്സോ ഇ ബോക്സ് എന്ന സംവിധാനത്തിന് തുടക്കം കുറിച്ചത് 2016 ഓഗസ്റ്റ് 26. മറക്കരുത് ഡേറ്റ്. പോക്സോ ഇ ബോക്സ് ആരംഭിച്ചത് 2016 ഓഗസ്റ്റ് 26. പോക്സോ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകുവാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് പോക്സോ ഇ ബോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പോക്സോ ഇ ബോക്സ് ആരംഭിച്ചത് എന്നാണ് 2016 ഓഗസ്റ്റ് 26. ഈ പോക്സോ ഇ ബോക്സ് എന്ന സംവിധാനം ഉദ്ഘാടനം ചെയ്തത് മേനക ഗാന്ധി ആയിരുന്നു. ആരാണ് ഉദ്ഘാടനം ചെയ്യുക? മേനക ഗാന്ധി. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. പോക്സോ നിയമം 2012 പാസ്സാക്കി. അതുകൊണ്ട് തന്നെ അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? പോക്സോ ആക്ട് 2012 എന്നറിയപ്പെടുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പ്രധാന ലക്ഷ്യം ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. പാസാക്കിയത് 2018 ജൂൺ മാസം 19. നിയമം പ്രാബല്യത്തിൽ വന്നത് 2012 ശിശുദിനമായ നവംബർ 14. ആകെ 9 അധ്യായങ്ങളും 46 വകുപ്പുകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പോക്സോ സംബന്ധിച്ച കേസുകളുടെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1098 ആണ്. പോക്സോ സംബന്ധിച്ച കേസുകളുടെ ടോൾ ഫ്രീ നമ്പർ എത്രയാ? 1098. പോക്സോ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകുവാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് പോക്സോ ഇ ബോക്സ് എന്ന പേരിൽ അറിയപ്പെടുക. പോക്സോ ഇ ബോക്സ് ആരംഭിച്ചത് 2016 ഓഗസ്റ്റ് 26. ഉദ്ഘാടനം ചെയ്ത ആരാണ്? മേനക ഗാന്ധിയുമാണ്. അടുത്ത് പറയുന്നു, പോക്സോ നിയമപ്രകാരം കുട്ടികളായി നിർവചിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ആൺപെൺ വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. എങ്കിലും നമ്മളവിടെ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറാൻ വേണ്ടി കണക്ട് ചെയ്യുന്നു. ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടികളെ കണക്കാക്കുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നവർക്ക് 20 വർഷത്തിൽ കുറയാത്ത തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ ശിക്ഷ ലഭിക്കാം. 20 വർഷത്തിൽ കുറയാത്ത തടവോ അല്ലെങ്കിൽ ജീവപര്യന്തം. ജീവപര്യന്തം എന്ന് പറയുന്നത് എന്താണ്? ആ വ്യക്തി ഇനി എത്ര കാലഘട്ടം ജീവിക്കാൻ സാധ്യതയുള്ളോ അത്രയും വർഷം എന്നാണ്. ജീവപര്യന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലയളവ് എന്താണോ അത് എന്നാണ്. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്നതോടൊപ്പം ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്തത് എന്നായിരുന്നു 2019. അപ്പൊ പോക്സോ നിയമം ആദ്യമായിട്ട് പാസ്സാകുന്നത് 2012 ആദ്യമായി ഭേദഗതി ചെയ്യുന്നത് 2019. 2019 കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷാ നടപടികൾ, അതായത് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭേദഗതി ചെയ്തത് ഈ വർഷം 2019. മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. പോക്സോ നിയമപ്രകാരം കുട്ടികളായി നിർവചിക്കുന്നത് ആരെയാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അതായത് ആൺപെൺ വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടികളും പോക്സോ നിയമത്തിന്റെ സംരക്ഷണ പരിധിയിൽ ഉൾപ്പെടും. ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നും ഓർമ്മിപ്പിക്കുന്നു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നവർക്ക് 20 വർഷത്തിൽ കുറയാത്ത തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ ശിക്ഷ ലഭിക്കും. ജീവപര്യന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൽ ഇനി ശേഷിക്കുന്ന കാലയളവ് എന്താണോ അത് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്നു, കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷ നൽകുന്നതോടൊപ്പം ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ ഉൾപ്പെടെയുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തുന്നത് എപ്പോഴാണ്? 2019. ക്ലിയർ? അപ്പോൾ പോക്സോ നിയമം നമ്മൾ പഠിച്ചു. 2 കാര്യങ്ങളാണ് നമ്മളവിടെ പഠിച്ച് ഉറപ്പിച്ചത്. ഓക്കെ, ഈ 2 സ്ലൈഡിലൂടെ പോക്സോ നിയമങ്ങൾ പൂർത്തീകരിച്ചു. പോക്സോ നിയമം ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, ഗുഡ്. നോക്കിയേ, പോക്സോ നിയമം 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്.
പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. നിയമം പാസ്സായത് 2012 ജൂൺ 19-നാണ്. പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ മാസം 14-ാം തീയതി. അധ്യായങ്ങൾ 9, വകുപ്പ് 46. പോക്സോ സംബന്ധിച്ച കേസുകളുടെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1098. പോക്സോ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകുവാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് പോക്സോ ഇ ബോക്സ് എന്ന പേരിൽ അറിയപ്പെടുക. 2014 ഓഗസ്റ്റ് 16-ാം തീയതിയാണ് പോക്സോ ഇ ബോക്സ് എന്ന പദ്ധതി പ്രാബല്യത്തിൽ വരിക. പോക്സോ ഇ ബോക്സ് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മേനക ഗാന്ധിയാണ്. ഓൺലൈനായി പരാതി നൽകുവാനുള്ള സംവിധാനമാണ്. അപ്പോൾ ഇ ഗവേണൻസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടും നമ്മളത് കണക്കാക്കേണ്ടി വരും എന്നർത്ഥം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത പറയട്ടെ. പോക്സോ നിയമപ്രകാരം കുട്ടികളായി നിർവചിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ആൺപെൺ വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ബാലവില നിരോധന പ്രകാരം കുട്ടികളെ കണക്കാക്കുന്നത് 14 വയസ്സിന് താഴെ. ഇന്ത്യൻ ഭരണഘടനയിൽ 24-ാമത്തെ വകുപ്പിൽ ബാലവില നിരോധനത്തെ കുറിച്ച് പറയുന്നു. അവിടെയും 14 വയസ്സിന് താഴെയാണ് പറയുക കേട്ടോ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമണം നടത്തുന്നവർക്ക് 20 വർഷത്തിൽ കുറയാതെ തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ ശിക്ഷ ലഭിക്കാം. ഇവിടെ ജീവപര്യന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചിലരൊക്കെ പറയാറുണ്ട് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 14 വർഷമാണ്. അങ്ങനെയല്ല കേട്ടോ. ജീവപര്യന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലയളവ് എന്താണോ അതാണ്. ആ കാലയളവ് അത്രയും എന്ത് ചെയ്യണം? ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്നാണ് അർത്ഥമാക്കുക. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്നതോടൊപ്പം ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്തത് എന്നായിരുന്നു 2019-ലുമായിരുന്നു. ഇനി കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്കീംസും പദ്ധതികൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പെൺകുട്ടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലികാ സമൃദ്ധി യോജന എന്ന പേരിൽ അറിയപ്പെടുക. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തിൽ അല്ലെങ്കിൽ സുവർണ ജൂബിലിയിൽ ആരംഭിച്ച പദ്ധതി എന്നാണ് നമ്മൾ ബാലികാ സമൃദ്ധി യോജനയെ വിളിക്കുക കേട്ടോ. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് 1947 ഓഗസ്റ്റ് 15. അതിന്റെ 50 വർഷം പൂർത്തീകരിക്കുന്ന വേളയിലാണ് എന്ത് രൂപീകരിക്കുക? ബാലികാ സമൃദ്ധി യോജന രൂപീകരിക്കുക. ബാലികാ സമൃദ്ധി യോജന രൂപീകരിക്കുക. അതായത് 1997 ഓഗസ്റ്റ് 15 അത്രയേ ഉള്ളൂ. അപ്പൊ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പെൺകുട്ടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ബാലികാ സമൃദ്ധി യോജന എന്ന പേരിൽ അറിയപ്പെടുക. അപേക്ഷ സമർപ്പിക്കേണ്ടത് അംഗൻവാടി പ്രവർത്തകർക്കാണ്. അംഗൻവാടിയിൽ 2 പേരായിരിക്കും സാധാരണ ഉണ്ടാവുക. ഒരു ടീച്ചറും ഒരു ഹെൽപ്പറും. നമ്മുടെ ടീച്ചറാണ് അതോറിറ്റി. ഓക്കെ. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്കാണ് പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുക. ഒരുപക്ഷെ 3-ഓ അതിലധികമോ പെൺകുട്ടികൾ ഉണ്ടെങ്കിലും 2 പേർക്ക് മാത്രമേ പദ്ധതി ലഭിക്കത്തുള്ളൂ. കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പദ്ധതിയുടെ ഭാഗമായി പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ വരുന്ന ആദ്യത്തെ സ്കോളർഷിപ്പ് തുക 500 രൂപയായിരിക്കും. ഓക്കെ. അപ്പോൾ പദ്ധതിയുടെ ഭാഗമായി പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ വരുന്ന ആദ്യത്തെ സ്കോളർഷിപ്പ് തുക 500 രൂപ. മൊത്തം തുക പിൻവലിക്കാൻ കഴിയുന്നത് ആ പെൺകുട്ടിക്ക് 18 വയസ്സായതിനു ശേഷം. ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് പെൺകുട്ടികളോടുള്ള മനോഭാവം മാറ്റുക, പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുക. പെൺകുട്ടികളോടുള്ള മനോഭാവം മാറ്റുക, പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുക, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നിവയാണ്. ഓക്കെ. അപ്പം മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പെൺകുട്ടികളോടുള്ള മനോഭാവം മാറ്റുക, പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുക, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നിവ. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? ബാലികാ സമൃദ്ധി യോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പെൺകുട്ടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലികാ സമൃദ്ധി യോജന. ബാലികാ സമൃദ്ധി യോജന നിലവിൽ വന്നത് സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലിയിലാണ് എന്ന് നമുക്ക് പറയാം. അഥവാ 1997 ഓഗസ്റ്റ് 15. അപേക്ഷ സമർപ്പിക്കേണ്ടത് അംഗൻവാടി പ്രവർത്തകർക്കാണ്. പിന്നെ പദ്ധതിയുടെ ഭാഗമായി ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്ക് ആനുകൂല്യം ലഭിക്കും. പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ വരുന്ന ആദ്യ സ്കോളർഷിപ്പ് തുക 500 രൂപ. പക്ഷെ അപ്പോഴ് പിൻവലിക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴും പിൻവലിക്കാൻ പറ്റത്തുള്ളൂ? ആ തുക ഓരോ വർഷം ഇങ്ങനെ വരും. ആ തുക 18 വയസ്സിന് ശേഷം മാത്രമേ പിൻവലിക്കാൻ പറ്റുകയുള്ളൂ.
ഓക്കെ, 18 വയസ്സിന് ശേഷം മാത്രമേ പിൻവലിക്കാൻ പറ്റുകയുള്ളൂ. പദ്ധതി കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം ഇവയാണ്: പെൺകുട്ടികളോടുള്ള മനോഭാവം മാറ്റുക, പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുക, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നിവ. ഓക്കെ അല്ലേ? ഗുഡ്. ഇനി അടുത്ത പറയുന്നു വാത്സല്യനിധി. നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 1,38,000 രൂപ 4 പോളിസികളിലായി നിക്ഷേപിക്കും. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പലിശ സഹിതം ഈ തുക ലഭിക്കുന്ന പദ്ധതി. അതായത് 1,38,000 രൂപ 4 പോളിസികൾ നിക്ഷേപിക്കുമെന്ന് പറയുമ്പോൾ ആ പോളിസി വിഭാവനം ചെയ്യുന്ന പലിശ അടക്കം, സുരക്ഷ അടക്കം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. 2017 ഏപ്രിൽ 1 ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. അപ്പോൾ വാത്സല്യനിധി നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ലഭിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 1,38,000 രൂപ 4 പോളിസികളിലായി നിക്ഷേപിക്കും. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പലിശ സഹിതം ഈ തുക പിൻവലിക്കുവാനായിട്ട് കഴിയും. എന്നോട്ടാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്? 2017 ഏപ്രിൽ 1. അതുകൊണ്ട് തന്നെ 2017 ഏപ്രിൽ 1 ശേഷം ജനിച്ചവർക്കാണ് ഈ പദ്ധതി ആനുകൂല്യം ലഭിക്കാനുള്ള അർഹത ഉണ്ടായിരിക്കുക. അടുത്ത പറയുന്നു സ്നേഹധാര. വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര എന്ന പേരിൽ അറിയപ്പെടുക. ധാര ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണല്ലോ. അത് വെച്ച് ലിങ്ക് ചെയ്യാം. സ്നേഹധാര വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുള്ള കുട്ടികൾക്കായുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗജന്യ സർക്കാർ ആയുർവേദ കോളേജിലെ ബാലചികിത്സാ വിഭാഗവുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹധാര എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സർക്കാർ ആയുർവേദ കോളേജിലെ ബാലചികിത്സാ വിഭാഗവുമായി സഹകരിച്ചുകൊണ്ടാണ് സ്നേഹധാര എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുള്ള കുട്ടികൾക്കായി സൗജന്യ ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. മറക്കില്ലല്ലോ. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഈ സ്ലൈഡില് 2 പദ്ധതികളാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്ന് വാത്സല്യനിധിയും 2 സ്നേഹധാരയും. നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടികളുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 1,38,000 രൂപ 4 പോളിസികളിലായി നിക്ഷേപിക്കും. 18 വയസ്സ് പൂർത്തീകരിച്ചതിന് ശേഷം ഈ തുക ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വിവാഹത്തിനോ വേണ്ടിയിട്ട് പിൻവലിക്കുവാനായിട്ട് കഴിയും. ഓക്കെ, 2017 ഏപ്രിൽ 1 പദ്ധതി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ 2017 ഏപ്രിൽ 1 ശേഷം ജനിക്കുന്ന പെൺകുട്ടികൾക്കാണ് ഇതിൽ അംഗമാകാനായിട്ട് കഴിയുക. ഓക്കെ, സ്നേഹധാര വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുള്ള കുട്ടികൾക്കായുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര എന്ന പേരിൽ അറിയപ്പെടുന്നത്. സർക്കാർ ആയുർവേദ കോളേജിലെ ബാലചികിത്സാ വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ്. അപ്പോൾ 3 സ്കീംസാണ് നമ്മളിവിടെ പഠിച്ചത് അല്ലെ. 3 സ്കീംസും കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചതാണ് എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കുക. അപ്പൊ ബാലികാ സമൃദ്ധി യോജന, ദാരിദ്ര്യക്ക് താഴെയുള്ള പെൺകുട്ടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതി. നിലവിൽ വന്നത് 1997 ഓഗസ്റ്റ് 15. അപേക്ഷ സമർപ്പിക്കേണ്ടത് അംഗൻവാടി പ്രവർത്തകർക്ക്. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പദ്ധതിയുടെ ഭാഗമായി പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ വരുന്ന ആദ്യ സ്കോളർഷിപ്പ് തുക 500 രൂപയാണ്. മൊത്തം തുക പിൻവലിക്കാൻ സാധിക്കുക 18 വയസ്സിന് ശേഷം മാത്രം. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: പെൺകുട്ടികളുടെ മനോഭാവം മാറ്റുക, പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുക, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നിവ. വാത്സല്യനിധി നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടികളുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 1,38,000 രൂപ 4 പോളിസികളിലായി നിക്ഷേപിക്കും. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പലിശ സഹിതം ഈ തുക ലഭിക്കുന്ന പദ്ധതി. 2017 ഏപ്രിൽ 1 ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സുള്ള കുട്ടികൾക്കായുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര എന്ന പേരിൽ അറിയപ്പെടുക. സർക്കാർ ആയുർവേദ കോളേജിലെ ബാലചികിത്സാ വിഭാഗവുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും ഭരണഘടനാ അനുച്ഛേദങ്ങളും. കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് നമ്മൾ പരിശോധിക്കുക. നോക്കി, നിയമസമത്വവും തുല്യ പരിരക്ഷയും
വിഭാവനം ചെയ്യുന്നത് അനുച്ഛേദം 14 അഥവാ ഇന്ത്യൻ ഭരണഘടനയിലെ 14ാമത്തെ വകുപ്പാണ്. വിവേചനങ്ങൾക്കെതിരായ പരിരക്ഷ ഉറപ്പുവരുത്തുന്നത് 15ാമത്തെ വകുപ്പ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ നിശ്ചയിച്ചിരിക്കുന്നത് 15ാമത്തെ വകുപ്പിലെ ഉപവകുപ്പായ 15/3 തുല്യനീതിയും അഭിപ്രായ സ്വാതന്ത്ര്യവും വിഭാവനം ചെയ്യുന്നത് അനുച്ഛേദം 19(1)(a)യിലാണ്. തുല്യനീതിയും അഭിപ്രായ സ്വാതന്ത്ര്യം വിഭാവനം ചെയ്യുന്നത് വകുപ്പ് 19(1)(a)യില്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അവകാശമുണ്ട് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 21. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ടെന്ന് പരാമർശിക്കുന്ന വകുപ്പ് 21. അനുച്ഛേദം 21(a) 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്നത് വകുപ്പ് 21(a) പ്രകാരം. വകുപ്പ് 23 ബാലഭിക്ഷാടനത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടൽ കുട്ടികളുടെ അവകാശമായി കണക്കാക്കുന്നു. 14 വയസ്സിന് താഴെയുള്ള ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്നത് 24ാമത്തെ വകുപ്പിലും. ഈ ബാലവേല നിരോധനം എന്ന് പറയുമ്പോൾ അപകടകരമായ തൊഴിൽ ചെയ്യിക്കുന്നത് ഫാക്ടറികളിലോ ഖനികളിലോ ആപൽക്കരമായ അതായത് പൊള്ളലോ മറ്റോ ഏൽക്കാൻ സാധ്യതയുള്ള ജോലി ചെയ്യിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ് ആവശ്യപ്പെടുക കേട്ടോ. അപ്പോൾ കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും ഭരണഘടനാ അനുച്ഛേദങ്ങളും. അനുച്ഛേദം 14 നിയമസമത്വവും തുല്യ നിയമസംരക്ഷണവും ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം 15 വിവേചനങ്ങൾക്കെതിരായ പരിരക്ഷ ഉറപ്പുവെക്കുന്നു. അനുച്ഛേദം 15/3 സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ പരാമർശിക്കുന്നു. അനുച്ഛേദം 19(1)(a) തുല്യനീതിയും അഭിപ്രായ സ്വാതന്ത്ര്യവും നൽകുന്നു. അനുച്ഛേദം 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം 21(a) 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്നു. അനുച്ഛേദം 23 ബാലഭിക്ഷാടനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. അനുച്ഛേദം 24 14 വയസ്സിന് താഴെയുള്ള ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നു. അനുച്ഛേദം 39(a) കുട്ടികളെ സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി അവരുടെ പ്രായത്തിനും ശക്തിക്കും അനുയോജ്യമല്ലാത്ത തൊഴിലുകൾ ചെയ്യാൻ നിർബന്ധിതരാക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നു. കുട്ടികളെ സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി അവരുടെ പ്രയത്നത്തിനും ശക്തിക്കും അനുയോജ്യമല്ലാത്ത തൊഴിലുകൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് വിലക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 39(e) എന്ന് പറയുന്നത്. അനുച്ഛേദം 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കരുതലും വിദ്യാഭ്യാസവും 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കരുതലും വിദ്യാഭ്യാസവും വിഭാവനം ചെയ്യുന്നത് 45ാമത്തെ വകുപ്പാണ്. അനുച്ഛേദം 47 ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിരുന്നു അല്ലെ, പോഷകാഹാര നിലവാരം ജീവിത നിലവാരം ഉയർത്തുകയും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് അനുച്ഛേദം 47. ഓക്കെ, അപ്പൊ അനുച്ഛേദം 39(e) എന്താ പറയുക? കുട്ടികളെ സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി അവരുടെ പ്രായത്തിനും ശക്തിക്കും അനുയോജ്യമല്ലാത്ത തൊഴിലുകൾ ചെയ്യാൻ നിർബന്ധിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. അനുച്ഛേദം 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കരുതലും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം 47 പോഷകാഹാര നിലവാരവും ജീവിത നിലവാരവും ഉയർത്തുകയും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇനി അടുത്ത ബാലനീതി നിയമത്തെ കുറിച്ച് നമ്മൾ പറയുന്നു. കുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ ബാലനീതി നിയമമുണ്ട് അല്ലെ. പ്രാബല്യത്തിൽ വന്നത് 2016 ജനുവരി 15-നാണ്. ബാലനീതി നിയമം നിലവിൽ വന്നത് 2016 ജനുവരി 15. 0 മുതൽ 18 വയസ്സ് വരെയുള്ള ഏതൊരാളെയും കുട്ടി എന്നാണ് നിർവചിക്കുക. ബാലനീതി നിയമത്തിന്റെ ലക്ഷ്യം സുരക്ഷിതമായ ബാല്യം ഉറപ്പുവരുത്തുക എന്നതാണ്. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ബാലനീതി നിയമം നിലവിൽ വന്നത് എന്താണ്? ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാലനീതി നിയമം നിലവിൽ വന്നത് 2016 ജനുവരി 15. 0 മുതൽ 18 വയസ്സ് വരെയുള്ള ഏതൊരാളെയും കുട്ടി എന്നാണ് ഇവിടെ നിർവചിക്കുക. ഏതൊരാളെയും എന്ന് നിർവചിക്കുന്നു? കുട്ടി എന്നാണ് നിർവചിക്കുക. ക്ലിയർ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഇവിടെ നമ്മൾ 2 സ്ലൈഡിലൂടെ പഠിച്ചത് പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമ സംരക്ഷണം ഭരണഘടനയിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഈ 2 സ്ലൈഡിലൂടെ നമ്മൾ ഇവിടെ പഠിക്കുവാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, യെസ്, ബാലവേല നിരോധനം നമ്മൾ പ്രത്യേകിച്ച് പഠിക്കാം കേട്ടോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. 2 സ്ലൈഡ്. കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും ഭരണഘടന അനുച്ഛേദങ്ങളും. അനുച്ഛേദം 14 നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നു. അനുച്ഛേദം 15 വിവേചനങ്ങൾക്കെതിരായ പരിരക്ഷ ഉറപ്പാക്കുന്നു. അനുച്ഛേദം 15/3
സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ വിഭാവനം ചെയ്യുന്നു. അനുച്ഛേദം 19(1)(a) തുല്യനീതിയും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നു. അനുച്ഛേദം 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് എന്ന് ഉറപ്പാക്കുന്നു. അനുച്ഛേദം 21(a) 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്നു. അനുച്ഛേദം 23 ബാലഭിക്ഷാടനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. അനുച്ഛേദം 24 14 വയസ്സിന് താഴെയുള്ള ബാലവേല നിരോധിക്കുന്നു. ഓക്കെ അല്ലേ? അനുച്ഛേദം 39(a) കുട്ടികളെ സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി അവരുടെ പ്രായത്തിനും ശക്തിക്കും അനുയോജ്യമല്ലാത്ത തൊഴിലുകൾ ചെയ്യാൻ നിർബന്ധിതരാക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാനുള്ള അവകാശമുണ്ട്. അനുച്ഛേദം 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കരുതലും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നു. അനുച്ഛേദം 47 പോഷകാഹാര നിലവാരവും ജീവിത നിലവാരവും ഉയർത്തുകയും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്തു. ബാലനീതി നിയമം പ്രാബല്യത്തിൽ വന്നത് 2016 ജനുവരി 15. 0 മുതൽ 18 വയസ്സുള്ള ഏതൊരാളെയും കുട്ടി എന്നാണ് നിർവചിക്കുക. ലക്ഷ്യം സുരക്ഷിതമായ ബാല്യം ഉറപ്പുവരുത്തുക. ഇനി നമ്മൾ പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് നമ്മളിവിടെ പഠിക്കുക. ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. 1975 ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ ഇത് ആരംഭിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സംരക്ഷണ പദ്ധതികളെല്ലാം ഏകീകരിച്ചുകൊണ്ടാണ് ഇത് സ്ഥാപിച്ചത്. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് ICDS സംയോജിത ശിശു വികസന സേവനം. സംയോജിത ശിശു വികസന സേവനം ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് നിലവിൽ വന്നത് 1975 ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഈ ICDS പദ്ധതി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ചതാണ് അംഗൻവാടി കേന്ദ്രങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ICDSന്റെ സേവനങ്ങൾ നടപ്പിലാക്കുന്നത് അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെ. പദ്ധതി ഉൾപ്പെടുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയം. വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് പദ്ധതി നടപ്പിലാക്കേണ്ടത്. എന്തിലൂടെ? അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെ. ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി 5-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. സാമ്പത്തിക സഹായം നൽകുന്നത് സാമ്പത്തിക സഹായം നൽകുന്നത് ലോകബാങ്കും പിന്തുണ നൽകുന്നത്, അതായത് പ്രവർത്തന സഹായം നൽകുന്നത് യുണിസെഫുമാണ്. യുണിസെഫ് എന്ന് പറയുന്ന ഏജൻസിയാണ്. ലോകബാങ്ക് ഒരു അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമൊന്നും അല്ല ലോകബാങ്ക് കേട്ടോ. അപ്പോൾ സാമ്പത്തിക സഹായം നൽകുന്ന ലോകബാങ്കാണ്. പിന്തുണ നൽകുന്ന UN ഏജൻസി അല്ലെങ്കിൽ പ്രവർത്തന സഹായം നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെന്ന് പറയാം? യുണിസെഫ് എന്നും പറയാം. ക്ലിയർ ആണ്? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് ICDS ഇതൊരു സംയോജിത ശിശു വികസന സേവനമാണ്. നിലവിൽ വന്നത് 1975 ഒക്ടോബർ മാസം 2-ാം തീയതി. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ്. സേവനങ്ങൾ നടപ്പിലാക്കുന്നത് അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെ. പദ്ധതി ഉൾപ്പെടുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയമാണ്. ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി 5-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. ICDS പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ലോകബാങ്കാണ്. ICDS പദ്ധതിക്ക് പിന്തുണ നൽകുന്ന UN ഏജൻസി എന്ന് പറഞ്ഞാൽ പ്രവർത്തന സഹായം നൽകുന്ന UN ഏജൻസി എന്ന് പറയുന്നത് യുണിസെഫുമാണ്. ഓക്കെ അല്ലേ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. യെസ്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസിനെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ നമ്മളിവിടെ പഠിച്ചു. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ആരൊക്കെയാണ് ഇതിന്റെ ഉപഭോക്താക്കൾ എന്നൊക്കെ പഠിക്കണ്ടേ? വേണം. പ്രധാന ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ എന്നിവർ. ഓക്കെ. അപ്പോൾ ICDS പദ്ധതിയുടെ പ്രധാന ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികള്, മുലയൂട്ടുന്ന അമ്മമാര്, ഗർഭിണികൾ എന്നിവർ ഈ കാറ്റഗറിയിൽ വരും. ബ്ലോക്ക് തലത്തിൽ ICDS പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ആണ്. നമ്മൾ CDP എന്നാണ് ചുരുക്കി വിളിക്കുക. CDP ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ. ജില്ലാ തലത്തിൽ നേതൃത്വം നൽകുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ. ജില്ലാ പ്രോഗ്രാം ഓഫീസർ ആണ്. ഓക്കെ. അപ്പോൾ പ്രധാന ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്
6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ എന്നിവർ. ബ്ലോക്ക് തലത്തിൽ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ അഥവാ CDP. ജില്ലാതലത്തിൽ നേതൃത്വം നൽകുന്നത് ആരാണ്? ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ. കേരളത്തിൽ ആദ്യമായി പദ്ധതി ആവിഷ്കരിച്ചത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ്. ഇനി ഇതോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നു. 11നും 18നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസും കേന്ദ്ര സർക്കാരും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കിശോരി ശക്തി യോജന എന്ന പേരിൽ അറിയപ്പെടുക. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കിശോരി ശക്തി യോജന എന്ന പേരിൽ അറിയപ്പെടുന്നത്. കിശോരി ശക്തി യോജന എന്ന പേരിൽ അറിയപ്പെടുന്നത് മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? യെസ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നു എന്താണ്? 11നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസും കേന്ദ്ര സർക്കാരും ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയാണ് കിശോരി ശക്തി യോജന എന്ന പേരിൽ അറിയപ്പെടുക. കിശോരി ശക്തി യോജന എന്ന പേരിൽ അറിയപ്പെടുക. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? യെസ്. അപ്പൊ പ്രധാന ഉപഭോക്താക്കൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. കൂടാതെ മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളും ഉൾപ്പെടും. ബ്ലോക്ക് തലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറാണ്. ജില്ലാതലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസറുമാണ്. കേരളത്തിൽ ആദ്യമായി പദ്ധതി ആവിഷ്കരിച്ചത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ്. 11നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് ICDSും കേന്ദ്ര സർക്കാരും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കിശോരി ശക്തി യോജന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്ന് റിവിഷൻ ചെയ്താലോ പൂർണ്ണമായിട്ട്? ICDS. യെസ്, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് അഥവാ ICDS. മലയാളവൽക്കരിച്ചാൽ സംയോജിത ശിശു വികസന സേവനം. നിലവിൽ വന്നത് 1975 ഒക്ടോബർ മാസം 2-ാം തീയതി. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. സേവനങ്ങൾ നടപ്പിലാക്കുന്നത് അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെ. പദ്ധതിയിൽ ഉൾപ്പെടുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയം. ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. സാമ്പത്തിക സഹായം നൽകുന്നത് ലോകബാങ്കാണ്. പിന്തുണ നൽകുന്ന UN ഏജൻസി എന്ന് പറയുന്നത് UNICEF ആണ്. പ്രധാന ഉപഭോക്താക്കൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ എന്നിവർ. ബ്ലോക്ക് തലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറാണ്. ജില്ലാതലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസറും. കേരളത്തിൽ ആദ്യമായി പദ്ധതി ആവിഷ്കരിച്ചത് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ്. 11നും 18നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി ICDSും കേന്ദ്ര സർക്കാരും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി കിശോരി ശക്തി യോജന എന്നാണ് അറിയപ്പെടുന്നത്. ബാലവേല നിരോധനത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ബാലവേല നിരോധന നിയമം പാസാക്കിയത് 1986-ലാണ്. ഇവിടെ കുട്ടികൾ എന്നാൽ 14 വയസ്സ് വരെയുള്ളവർ എന്നാണ് ആദ്യകാലത്ത് വിളിച്ചിരുന്നത്. 2016 ഭേദഗതി പ്രകാരം 18 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്നാക്കി മാറ്റി. 2016 ഭേദഗതി പ്രകാരം 18 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്നാക്കി മാറ്റി. ഭരണഘടനാ വകുപ്പ് 23 പ്രകാരം 14 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്നാണ് ബാലവേലയിൽ പറയുക. ബാലവേല നിരോധന ദിനം എന്ന് പറയുന്നത് ജൂൺ 12 ബാലവേല നിരോധന ദിനമായി ജൂൺ 12 ആചരിക്കുന്നത് 2002 മുതലുമാണ്. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് വിഷയം ചെയ്യാം. ബാലവേല നിരോധനം നിയമം പാസാക്കിയത് 1986 ഇവിടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നിയമം പാസാക്കിയ 1986 അത് എന്തായിരുന്നു? 14 വയസ്സിന് താഴെയുള്ളവർ എന്നായിരുന്നു. എന്നാൽ 2016 ഭേദഗതിയിലൂടെ 14 വയസ്സിന് താഴെയുള്ളവർ എന്നതിനെ മാറ്റി 18 വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടികൾ എന്ന നിർവചനം നൽകി. അതുകൊണ്ട് നിലവിൽ ബാലവേല നിരോധന നിയമത്തിൽ എന്താണ്? 18 വയസ്സിന് താഴെയുള്ളവരെ കുട്ടികളെ കണക്കാക്കുന്നു. രൂപീകരിച്ച സമയത്ത് 1986 മുതൽ 2016 വരെ അതെന്തായിരുന്നു? 14 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടികൾ എന്ന നിർവചനം നൽകിയത്. ഓക്കെ, കുട്ടികൾ എന്ന നിർവചനം നൽകിയത്. ക്ലിയർ ആണേ? സംശയമൊന്നുമില്ലല്ലോ. എന്ത് സംശയം അല്ലേ? ഗുഡ്, വെരി ഗുഡ്. അടുത്ത നമുക്ക് പഠിക്കാം. ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ്മാർക്ക് എന്ന പേരിൽ ആദ്യകാലത്ത് അറിയപ്പെട്ടത്. ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ്മാർക്ക് എന്നറിയപ്പെട്ടത്. നിലവിൽ ഈ റഗ്മാർക്ക് എന്ന് പറയുന്ന മുദ്ര അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. റഗ്മാർക്ക് എന്നതിന്റെ പേര് മാറ്റി നിലവിൽ അതിനെ എന്തെന്ന് വിളിച്ചു? ഗുഡ് വീവ് എന്ന് വിളിക്കുന്നു.
ബാലവേല നിരോധനം, കുട്ടികളുടെ സംരക്ഷണം എന്നിവയ്ക്കായി കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഈ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ചത് 1980-ലായിരുന്നു. തുടർന്ന് ഈ സംഘടന ആരംഭിച്ച കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇദ്ദേഹം പ്രവർത്തിച്ചതുകൊണ്ട് 2014-ൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? സമാധാന നോബൽ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. സമാധാന നോബൽ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു എന്നത് ചരിത്രമാണ്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ബാലവേല നിരോധനം. ബാലവേല നിരോധന നിയമം പാസാക്കിയത് 1986. നിയമം പാസാക്കുമ്പോൾ കുട്ടികൾ എന്ന് നിർവചിച്ചിരുന്നത് 14 വയസ്സിന് താഴെയുള്ളവരെയായിരുന്നു. എന്നാൽ 2016-ലെ ഭേദഗതി പ്രകാരം അത് 18 വയസ്സുവരെയുള്ള കുട്ടികളെന്നാക്കി മാറ്റി. ഭരണഘടനയിലെ വകുപ്പ് 24 പ്രകാരം 14 വയസ്സുവരെയുള്ള കുട്ടികൾ എന്നാണ് പറയുക കേട്ടോ. 24-ാമത്തെ വകുപ്പ് പ്രകാരം 14 വയസ്സുള്ള കുട്ടികൾ എന്നാണ് പറയുക. ബാലവേല നിരോധന ദിനമെന്ന് പറയുന്നത് ജൂൺ 12 ആണ്. ജൂൺ 12 ബാലവേല നിരോധന ദിനമായി ആചരിക്കുന്നത് 2002 മുതലുമാണ്. ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര റഗ്മാർക്ക് എന്നാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. നിലവിൽ റഗ്മാർക്കിന്റെ പേര് എന്താക്കി മാറ്റി? ഗുഡ് വീവ് എന്നാക്കി മാറ്റി. ക്ലിയർ? ബാലവേല നിരോധനം, കുട്ടികളുടെ സംരക്ഷണം എന്നിവയ്ക്കായി കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന പേരിൽ അറിയപ്പെടുക. എന്റെ പേരിൽ അറിയപ്പെടുന്നത് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ ആണ്? യെസ്. ഇനി അടുത്ത നമുക്ക് പഠിക്കാം. ശബല പദ്ധതി. രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെന്റ് ഓഫ് അഡോളസെന്റ് ഗേൾസ് എന്നതാണ് ശബല എന്നതിന്റെ പൂർണ്ണമായ പേര്. രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെന്റ് ഓഫ് അഡോളസെന്റ് ഗേൾസ്. ശബല പദ്ധതി നിലവിൽ വന്നത് 2011 ഏപ്രിൽ മാസം 1-ാം തീയതി. 2011 ഏപ്രിൽ മാസം 1-ാം തീയതി ശബല പദ്ധതിയിൽ അംഗങ്ങളാകാൻ കഴിയുന്നത് 11 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. ശബല പദ്ധതിയിൽ അംഗമാകാൻ കഴിയുന്ന ആർക്കൊക്കെ? 11 മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്കാണ്. എന്താണ് ലക്ഷ്യം? പെൺകുട്ടികൾ മാനസികപരമായും ആരോഗ്യപരമായും നേരിടുന്ന പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കുവാനും മനോധൈര്യം ഉളവാക്കാനുമുള്ള പദ്ധതിയാണ്. പെൺകുട്ടികൾ മാനസികപരമായും ആരോഗ്യപരമായും നേരിടുന്ന പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കുവാനും മനോധൈര്യം ഉളവാക്കാനും വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ശബല പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുക. ICDS പദ്ധതിയുടെ കീഴിലാണ്, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസിന്റെ കീഴിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. സേവനങ്ങൾ എത്തിക്കുന്നത് അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെ. ശബല സ്കീമിനായി തിരഞ്ഞെടുത്ത ജില്ലകളിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായുള്ള നിലവിലുള്ള പോഷകാഹാര പദ്ധതി, കിശോരി ശക്തി യോജന എന്നിവയ്ക്ക് പകരമായി ശബല പ്രവർത്തിക്കുന്നു. ഓക്കെ, ശബല സ്കീമിനായി തിരഞ്ഞെടുത്ത ജില്ലകളിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായുള്ള നിലവിലുള്ള പോഷകാഹാര പദ്ധതിയും കിശോരി ശക്തി യോജന എന്നിവയ്ക്ക് പകരമായിട്ടാണ് ശബല പദ്ധതി പ്രവർത്തിക്കുക. അതിന്റെ അർത്ഥം ശബല പദ്ധതി ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇല്ല. തിരഞ്ഞെടുത്ത ജില്ലകളിൽ മാത്രമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ശബല പദ്ധതി ഉള്ള ജില്ലയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? കിശോരി ശക്തി യോജനയും പോഷകാഹാരം പദ്ധതിയും ഉണ്ടാവില്ല. അതിന് പകരം ശബല പദ്ധതി. തിരഞ്ഞെടുത്ത ജില്ലകൾ, എടുക്കപ്പെടാത്ത ജില്ലകളിലാണെങ്കിൽ എന്തുണ്ടാവില്ല? ശബല പദ്ധതി ഉണ്ടാവില്ല. പകരം എന്തുണ്ടാവും? കിശോരി ശക്തി യോജനയും പോഷകാഹാരം പദ്ധതിയും ഉണ്ടാവും. കിശോരി ശക്തി യോജന നമ്മൾ ആൾറെഡി പഠിച്ചിരുന്നു. ICDSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 11 മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്കുള്ള പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ ശബല പദ്ധതി. രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെന്റ് ഓഫ് അഡോളസെന്റ് ഗേൾസ്. പദ്ധതി നിലവിൽ വന്നത് 2011 ഏപ്രിൽ മാസം 1-ാം തീയതി. പ്രായപരിധി 11 മുതൽ 18 വയസ്സ് വരെ. ലക്ഷ്യം പെൺകുട്ടികൾ മാനസികപരമായും ആരോഗ്യപരമായും നേരിടുന്ന പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കാനും മനോധൈര്യം ഉളവാക്കാനുമുള്ള പദ്ധതി. ICDS പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. സേവനങ്ങൾ എത്തിക്കുന്നത് അംഗൻവാടി കേന്ദ്രങ്ങൾ വഴി. ശബല സ്കീമിനായി തിരഞ്ഞെടുത്ത ജില്ലകളിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായുള്ള നിലവിലുള്ള പോഷകാഹാര പദ്ധതി, കിശോരി ശക്തി യോജന എന്നിവയ്ക്ക് പകരമായി ശബല പദ്ധതി പ്രവർത്തിക്കുന്നു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി നിലവിൽ വന്നത് 2015 ജനുവരി മാസം 22-ാം തീയതി. 2015 ജനുവരി മാസം 22-ാം തീയതിയാണ് നിലവിൽ വന്നത്. ഉദ്ഘാടനം ചെയ്തത് അപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി. 12-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് എന്താണ് ലക്ഷ്യം? പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുക,
കൂടാതെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുകയും വിദ്യാഭ്യാസം നൽകുകയുമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി നിലവിൽ വന്നത് 2015 ജനുവരി 22. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ലക്ഷ്യം പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുക, വിദ്യാഭ്യാസം നൽകുക എന്നിവ. പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുകയും വേണം, കൂടാതെ എന്ത് വേണം, വിദ്യാഭ്യാസം നൽകുകയും വേണം. ക്ലിയർ ആണ്? യെസ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ നിലവിൽ വന്നത് 2015 ജനുവരി 22. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. 12ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ലക്ഷ്യം പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുക, വിദ്യാഭ്യാസം നൽകുക എന്നിവ. സുകന്യ സമൃദ്ധി സ്കീം നിലവിൽ വന്നത് 2015 ജനുവരി 22. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായി തുടക്കം കുറിച്ച പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി തുടങ്ങുന്ന സേവിങ്സ് അക്കൗണ്ടിൽ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ മിനിമം 250 രൂപ എന്ന നിരക്കിൽ നിക്ഷേപിക്കാം. ഒരു വർഷം നിക്ഷേപിക്കാവുന്ന പരമാവധി തുക 1,50,000 രൂപയാണ്. അങ്ങനെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ സുകന്യ സമൃദ്ധി യോജനയിൽ ചേർന്നാൽ എന്ത് ചെയ്യും, 14 വർഷത്തിന് ശേഷം എന്ത് ചെയ്യാം, പിൻവലിക്കാനായിട്ട് കഴിയും. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിന്റെ കാലാവധി 14 വർഷമാണ്. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. ഓക്കെ, അതിന് കേന്ദ്ര സർക്കാർ ഒരു നിശ്ചിത വിഹിതം ഇതിൽ നിക്ഷേപിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി തുടങ്ങുന്ന സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ട മിനിമം തുക 250 രൂപയാണ്. ഒരു വർഷം നിക്ഷേപിക്കാവുന്ന പരമാവധി തുക 1,50,000 രൂപ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്കാണ് എന്ത് ചെയ്യുക, ഈ പദ്ധതിയിൽ അംഗമാകാനായിട്ട് കഴിയുക. സേവിങ്സ് അക്കൗണ്ടിന്റെ കാലാവധി എന്ന് പറയുന്നത് 14 വർഷം. ഇപ്പോൾ 8ാമത്തെ വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 22ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യാം, അത് പിൻവലിക്കാമെന്നർത്ഥം. ഓക്കെ, ശരിക്കും പറഞ്ഞാല് ബാലികാ സമൃദ്ധി യോജനയുടെ ഒരു എന്താണ് കോപ്പി റൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സുകന്യ സമൃദ്ധി യോജനയെ പറയാം. ബാലികാ സമൃദ്ധി യോജനയ്ക്ക് പകരമായി 2015 ജനുവരി 22 തുടക്കം കുറിച്ച പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന എന്ന പേരിൽ അറിയപ്പെടുക. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായി ആരംഭിച്ചു. പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി തുടങ്ങുന്ന സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ട മിനിമം തുക 250 രൂപ. ഒരു വർഷം പരമാവധി 1,50,000 രൂപ വരെ നിക്ഷേപിക്കാം. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. ഈ സേവിങ്സ് അക്കൗണ്ടിന്റെ കാലയളവ് 14 വർഷമാണ്. 14 വർഷത്തിന് ശേഷം ആ അക്കൗണ്ടിലെ തുക പലിശ സഹിതം പിൻവലിക്കുവാനായിട്ട് കഴിയും. അവസാനമായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് കുട്ടികളുടെ രാഷ്ട്രീയ, സിവിൽ, സാമ്പത്തിക, സാമൂഹിക, ആരോഗ്യ, സാംസ്കാരിക അവകാശങ്ങൾ നിശ്ചയിക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടിയാണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് എന്ന പേരിൽ അറിയപ്പെടുക. UNCRC. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. UNCRC കുട്ടികളുടെ രാഷ്ട്രീയ, സിവിൽ, സാമ്പത്തിക, സാമൂഹ്യ, ആരോഗ്യ, സാംസ്കാരിക അവകാശങ്ങൾ നിശ്ചയിക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടി. ഈ ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 1989. പ്രാബല്യത്തിൽ വന്നത് 1990. പ്രസ്തുത ഉടമ്പടിയിൽ ഇന്ത്യ അംഗമാകുന്നത് അഥവാ ഉടമ്പടി ഇന്ത്യ അംഗീകരിച്ചത് 1992-ലുമാണ്. ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മനുഷ്യാവകാശ ഉടമ്പടിയിൽ കുട്ടികളായി പരിഗണിക്കുന്നത് 18 വയസ്സിൽ താഴെയുള്ളവരെ എല്ലാവരെയും. അത് ആൺകുട്ടിയായിക്കോട്ടെ, പെൺകുട്ടിയായിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, 18 വയസ്സിന് താഴെയാണെങ്കിൽ ഈ ഉടമ്പടിയിൽ ഉൾപ്പെടുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് UNCRC കുട്ടികളുടെ രാഷ്ട്രീയ, സിവിൽ, സാമ്പത്തിക, സാമൂഹ്യ, ആരോഗ്യ, സാംസ്കാരിക അവകാശങ്ങൾ നിശ്ചയിക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടിയാണ് UNCRC എന്ന പേരിൽ അറിയപ്പെടുക. UNCRC എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. യെസ്. പിന്നെ നമ്മൾ എന്ത് പറയുന്നു,
UN അംഗീകരിച്ചത് 1989 കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പൊതുസമ്മേളനം വിളിച്ചിട്ടാണ് അംഗീകരിക്കുന്നത് കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനം നടന്നത് എന്താണെന്ന് ചോദിച്ചാലും 1989 പറയാം. പ്രസ്തുത ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് 1990 ഇന്ത്യ അംഗീകരിക്കുന്നത് 92. ഇവിടെ ഈ ഉടമ്പടി പ്രകാരം കുട്ടികളായി പരിഗണിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ടാണ് പരിഗണിക്കുക. ക്ലിയർ ആണ്? സെറ്റ് ആണ്? കുറച്ച് ദൈർഘ്യമേറിയ ക്ലാസ് ആണ്. അത് അത്രയധികം പഠിക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ പഠിച്ചത്. അവസാനം പഠിച്ച സ്കീംസ് ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സബല പദ്ധതി, രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെന്റ് ഓഫ് അഡോളസെന്റ് ഗേൾസ്. സബല പദ്ധതി നിലവിൽ വന്നത് 2011 ഏപ്രിൽ മാസം 1-ാം തീയതി. 11 മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്ക് അംഗമാകാം. പെൺകുട്ടികൾ മാനസികപരമായും ആരോഗ്യപരമായും നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പരിഹരിക്കുവാനും മനോധൈര്യം ഉളവാക്കാനുള്ള പദ്ധതിയാണ്. ICDS പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. സേവനങ്ങൾ എത്തിക്കുന്നത് അംഗൻവാടി കേന്ദ്രങ്ങളിലൂടെ. ശബല സ്കീമിനായി തിരഞ്ഞെടുത്ത ജില്ലകളിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കായുള്ള നിലവിലുള്ള പോഷകാഹാരം പദ്ധതി, കിശോരി ശക്തി യോജന എന്നിവയ്ക്ക് പകരമായി ശബല പദ്ധതി പ്രവർത്തിക്കുന്നു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ നിലവിൽ വന്നത് 2015 ജനുവരി 22-ന്. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. 12-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം. ലക്ഷ്യം പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുക, വിദ്യാഭ്യാസം നൽകുക എന്നിവ. സുകന്യ സമൃദ്ധി യോജന നിലവിൽ വന്നത് 2015 ജനുവരി 22. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായി തുടക്കം കുറിച്ചു. ലക്ഷ്യം പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പദ്ധതി. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി തുടങ്ങുന്ന സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മിനിമം തുക 250 രൂപ. ഒരു വർഷം നിക്ഷേപിക്കാവുന്ന ഏറ്റവും ഉയർന്ന തുക എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്കാണ് പദ്ധതി ആനുകൂല്യം ലഭിക്കുക. സുകന്യ സമൃദ്ധി സ്കീമിന്റെ സേവിങ്സ് അക്കൗണ്ടിന്റെ കാലയളവ് പരമാവധി 14 വർഷം. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് UNCRC കുട്ടികളുടെ രാഷ്ട്രീയ, സിവിൽ, സാമ്പത്തിക, സാമൂഹ്യ, ആരോഗ്യ, സാംസ്കാരിക അവകാശങ്ങൾ നിശ്ചയിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടിയാണ് UNCRC അഥവാ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 1989. പ്രാബല്യത്തിൽ വന്നത് 1990. ഇന്ത്യ അംഗീകരിച്ചത് 1992. ഈ ഉടമ്പടി പ്രകാരം കുട്ടികളായി പരിഗണിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും. അത് ആൺകുട്ടിയായിക്കോട്ടെ, പെൺകുട്ടിയായിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിക്കോട്ടെ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പഠിച്ചു വരാമോ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്കിനി പഠിക്കുവാനുള്ളത് പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികളാണ്. കേരളത്തിൽ ആരംഭിച്ച പ്രധാന പദ്ധതികൾ പഠിക്കും. പിന്നെ കുടുംബശ്രീ വിശദമായി തന്നെ നമ്മൾ പഠിച്ചുറപ്പിക്കും. പിന്നെ കേരളത്തിലെ പൊതുവായിട്ടുള്ള മറ്റ് ക്ഷേമ പദ്ധതികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച കേരളത്തിൽ ഇപ്പം നിലവിലുള്ള പദ്ധതികളും നമ്മൾ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. അപ്പൊ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളും കേരള സംസ്ഥാനത്തെ പദ്ധതികളും ഒരൊറ്റ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അതിനു മുൻപായിട്ട് നമുക്ക് കുടുംബശ്രീയും കൂടാതെ വനിതകൾക്ക് വേണ്ടി കേരളത്തിലെ പദ്ധതികളും പ്രത്യേകിച്ച് പഠിച്ചുറപ്പിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ദൈർഘ്യമേറിയ ക്ലാസ് ആണെങ്കിലും കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ആധികാരികമായി പഠിച്ചത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സംരക്ഷണമാണ്. അത് കുറെ പദ്ധതികൾ പഠിച്ചു, കുറെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ പഠിച്ചു, 1-2 നിയമങ്ങൾ പഠിച്ചു, ബാലവേല നിരോധന നിയമം, പോക്സോ ആക്ട് ഒക്കെ നമ്മൾ പഠിച്ചു. അവസാനമായി നമ്മൾ അവസാനിച്ചത് എന്തായിരുന്നു? ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മനുഷ്യാവകാശ ഉടമ്പടി. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പ്രത്യേകമായി സമ്മേളിച്ചത് എന്നു ചോദിച്ചാലും നമ്മൾ പറയണം ഏത് വർഷമാണ് സമ്മേളിക്കുക? 1989. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചു വരിക. അടുത്ത ക്ലാസ്സിൽ കാണാം.